ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ലഞ്ച് ബോക്സ്, ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി ചെയ്യാം. അതിനായിട്ട് ആദ്യം കുറച്ച് ബസ്മതി റൈസ് എടുത്ത് നമ്മൾ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതേ വെള്ളത്തിൽ തന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ഞാൻ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് പച്ചക്കറികളാണ്. സവോള, വെളുത്തുള്ളി, 2 തരം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും, പിന്നെ കുറച്ച് ക്യാരറ്റ്. കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കുന്നുണ്ട്. എണ്ണയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നും ഇട്ട് സോട്ട് ചെയ്യുവാണ് ഇനി ചെയ്യേണ്ടത്. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. ഈ പച്ചക്കറികൾക്കൊക്കെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പാട്ട് കേട്ടാലോ? വാനം പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം, നിറതിങ്കളായി ഏതോ ഒരു വിധിയാൽ മുന്നിൽ ഇരുൾ മൂടിയാൽ അകലെ നീ പോയാലും നിഴലാവാം ഞാൻ, വരുവോളം വഴിയോളം തിരിയാവാം ഞാൻ, ഏതാനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ ആഹാ ആഹാ. അപ്പോൾ പാട്ട് തീർന്നിട്ടും നമ്മുടെ പച്ചക്കറികളുടെ പ്രോസസ്സിങ് ഇവിടെ കഴിഞ്ഞിട്ടില്ല, അതിവിടെ തകർത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ പാടുന്ന കേട്ടപ്പം എൻ്റെ കുരുന്നുമണിക്ക് ഒരു പാട്ട് പാടാനൊരാഗ്രഹം. നമ്മളൊരവസരം കൊടുക്കണ്ടേ? എന്നാൽ പിന്നെ ഒന്ന് പാടിക്കുമെന്ന് ഞാനും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പാട്ടുകാരൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയൊക്കെ അങ്ങ് പാടും. Pretty little baby, yay yay, pretty little baby, yay yay, pretty little baby. You say that maybe you'll be thinking of me and try to love me, pretty little baby, yay yay, pretty little baby, yay yay. You can ask the flowers, I sit for hours telling in the bluebirds, the bill of cool birds, pretty little baby, I'm so in love with you. അപ്പോൾ കലാപരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ പച്ചക്കറി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഡാർക്ക് സോയാ സോസ്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് സോയാ സോസും ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ചോറും കൂടെ ഈ വെജിറ്റബിൾസിലോട്ട് തട്ടിക്കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ഇച്ചിരി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വുഡൻ സ്റ്റിക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. നമ്മുടെ റൈസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെന്താ ക്യാപ്സിക്കം റൈസ് എന്നോ ഫ്രൈഡ് റൈസ് എന്നോ എന്ത് വേണേൽ വിളിക്കാം, ടേസ്റ്റിയാണ്. സോയ സോസ് ഒഴിക്കുമ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ഒഴിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.